മണ്ഡലങ്ങളായിട്ട് വരുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട പവർ ഫൈറ്റ് എന്ന് വിശേഷിപ്പിക്കേണ്ടത് തലസ്ഥാനം തന്നെയാണ്, തിരുവനന്തപുരം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയല്ലേ വിശകലനം ചെയ്യേണ്ടത്. UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ ഇത്തവണ ഉറ്റുനോക്കുകയാണ് ചെറിയ മത്സരമല്ല, കടുത്ത മത്സരം. പ്രത്യേകിച്ച് മിസോറാം ഗവർണറായിരുന്ന കുമ്മനത്തെ രാജിവെപ്പിച്ച് കൊണ്ടുവരുന്നതിലൂടെ BJP പോലും ഉറ്റുനോക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ക്ലൈമാക്സോ ആന്റി ക്ലൈമാക്സോ ഒക്കെ തന്നെയാണ്. തീർച്ചയായും BJPയുടെ A ക്ലാസ് മണ്ഡലം ആണ് തിരുവനന്തപുരം. BJPയുടെ മാത്രമല്ല എല്ലാ പാർട്ടികളുടെയും A ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം എന്നതിൽ സംശയമില്ല. ശശി തരൂരിന് മൂന്നാമത് ജനവിധി തേടുമ്പോൾ ശശി തരൂരിനെ പരാജയപ്പെടുത്തുന്നതിന് LDF മുന്നോട്ട് വയ്ക്കുന്നത് നെടുമങ്ങാട് MLA സി ദിവാകരന് ഒപ്പം തന്നെയാണ് ഇപ്പോൾ. അതിനുശേഷമാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരൻ കൂടി രംഗപ്രവേശം ചെയ്യുന്നത്. ഈ മൂന്ന് പേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കാകും വിജയ സാധ്യത എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 2014 തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോയാൽ 2014 2,97,806 വോട്ടുകൾ ആണ് ശശി തരൂർ നേടിയത്. ശശി തരൂർ 15,470 വോട്ടുകൾക്കാണ് 2014 വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇതായിരുന്നു. രാജഗോപാൽ രണ്ടാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് കുമ്മനം രാജശേഖരനെ തന്നെ തിരുവനന്തപുരത്ത് ഇറക്കാൻ BJP തീരുമാനിക്കാനുള്ള കാരണം. 2,82,333 വോട്ടുകളാണ് രാജഗോപാൽ കഴിഞ്ഞ 2014 പിടിച്ചത്. മൂന്നാം സ്ഥാനത്തേക്ക് പോയി ബെനറ്റ് എബ്രഹാം, അന്ന് CPIയുടെ സ്ഥാനാർത്ഥി. ഈ 2014 തെരഞ്ഞെടുപ്പ് തന്നെയാണ് BJPക്ക് വലിയൊരു പ്രതീക്ഷ തിരുവനന്തപുരത്ത് നൽകുന്നതും. അതുകൊണ്ട് തന്നെയാണ് മിസോറാം ഗവർണറായി പോയ കുമ്മനം രാജശേഖരനെ രാജിവെപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത്. അവിടെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോകുന്നത്. തീ പാർന്ന പോരാട്ടം കേരളത്തിൽ ഏറ്റവും അധികം നടക്കാൻ പോകുന്ന, ഏറ്റവും തീ പാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലം തിരുവനന്തപുരം തന്നെയായിരിക്കും. മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരം തന്നെയായിരിക്കും.